മുതലാളി. അയ്യോ മുതലാളി, ഈ നേരത്ത് എന്തൊരു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തൊരു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലൊക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന്? ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി, തരാൻ ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരു മണി ചായ ലഭിച്ച ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരിയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ പിടിക്കുന്നേ വേഗം ശരി. ഞാൻ വിചാരിച്ചു മുതലാളി എന്റെ ഉടപ്പിറന്നവനാണെന്ന്. ദൈവത്തോപ്പിന് ഉപദേശിച്ചത് മുതലാളി. എന്താടി ഒന്നും മിണ്ടാത്തത്? നീയാണോ അവനെ അഴിച്ചുവിട്ടത്? ആണെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പൊ അത്രത്തോളമായിരിക്കുന്നു നിന്റെ അഹന്ത അല്ലേ? ആ, പോലീസ് സ്റ്റേഷനിൽ പോയി പറ. നീ ക്ഷമിക്കണം മേസ്ത്രി. മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേസ്ത്രിക്ക് എങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദിയില്ലാത്തത് കൊണ്ടല്ല. എത്രയായാലും എന്റെ ആമ്പറന്നോനല്ലയോ മേസ്ത്രി. പട്ടിയെ പോലെ കെട്ടിട്ട് ഇന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുമോ? എത്ര നേരം അത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കും. അവളിപ്പോ ഒന്നും ചെയ്യണ്ട. അവനെ ഞാൻ പിടിച്ചു തന്നോളാം. വരണം. സിസ്റ്റർ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളണം. വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചേക്കണം. യെസ് ഡോക്ടർ. കരയാതെ മോളെ, കരയാതെ. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തന്നെ തീരണം. എന്നാലും കുറെ കടുപ്പം തന്നെക്കായി പെണ്ണിന്റെ തലയിലെടുത്ത് എന്തെല്ലാം മാരണങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട്. മനസ്സറിയാർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതാണല്ല ദൈവം തന്നത്. കരയാതെ മോളെ, ഒക്കെ നേരെയാവും. ചന്തയിലും വലിയ പുക്കാറായിരിക്കുന്നു. എന്താടാ കുഞ്ഞുരാമ?
ഞാൻ പോണക്ക. പോണം? എങ്ങോട്ടാടാ? എന്തിനാ നീ ഇപ്പൊ പോണത്? പോണം. ഇതെല്ലാം കണ്ടും കേട്ടോണ്ട് എനിക്ക് ഈ വീട്ടിൽ കഴിയാൻ ഒക്കൂല. ആളുകൾ എന്റെ മുഖത്ത് നോക്കി അതും ഇതും പറയണക്ക. എനിക്ക് പോണം. ഓഹോ, നിനക്കും പോണോ? എങ്കി പോയിക്കോ. അവനും പോയി. വള്ളിയേക്കന് മാനക്കേടില്ലേ? എങ്കിൽ അക്കന് പോയിക്കാം. ചെല്ലമ്മ കരയാ. ഓണറേ, കാര്യം അറിഞ്ഞോ? അത്ര കണ്ട് ക്ലോസ് ആയി. എപ്പോ? ഇന്ന് വെളുപ്പിന് 3 മണി. അയ്യോ കഷ്ടം. എന്ത് കഷ്ടം? അവൻ ചാവാനുള്ളവൻ തന്നെ. എങ്കിൽ പിന്നെ ഇനി കുഞ്ഞത്തിന് തൂക്കുവരം തന്നെ. താൻ കണ്ടോ ചാവണത്? ഇല്ല, ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പൊ ചത്ത് കാണും. ഞാനിപ്പൊ അത്രയും കണ്ണുമായിട്ട് സംസാരിച്ചിട്ട് വരിക. ചുമ്മാതെ ഇറങ്ങി തിരിച്ചോളാം. നേരം വെളുക്കുമ്പോഴേ കൊതി നുണയും പറഞ്ഞ് നാട്ടുകാരെ തമ്മിൽ അടുപ്പിക്കാം. ഇയാള് വലിയൊരാള്. ചുമ്മാ കടയിൽ നിന്നേ ഇല്ലാത്ത വർത്താനൊന്നും പറയരുത് കേട്ടോ ശിവശങ്കര. അയ്യോ, കാണുന്നില്ലല്ലോ. എന്താ ഈ കട്ടിലിൽ കിടന്ന ആളിവിടെ? അയാളുടെ കാര്യം ഒന്നും പറയണ്ട. നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. സ്റ്റിച്ചസ് പോലും എടുക്കാതെയാണ് ഓടിക്കളഞ്ഞത്. ആരെയാ കാച്ചു കളയുണ്ടെന്നല്ല ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. അതാ അവൻ വരുന്നു. ഓണറേ, അവ ഇവിടെ അങ്ങനെ വന്ന ആര്? നമ്മളെ കുത്തിയ പന്നി കുഞ്ഞച്ചൻ. ഇല്ലല്ലോ. അവൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ ഒളിവിലാണെന്നോ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ, അവനെ നമ്മള് കണ്ടുപിടിച്ചോളാം. ചെല്ലമ്മ, ആരാണത്? എന്താ ഇവിടെ പതുങ്ങിയിരിക്കണത്? ഇറങ്ങി പാടി വഴിയില്. അയ്യോ മുതലാളി, ഞാൻ വിചാരിച്ച് ചത്തിരിക്കുമെന്നല്ലേ? ഇല്ലടി, അവനെയും കൊന്നിട്ട് ഞാൻ ചാവുള്ളു. എവിടെയാ? അയ്യോ മുതലാളി, എനിക്ക് അറിഞ്ഞൂടാ മുതലാളി, അറിഞ്ഞൂടാ. നിനക്ക് അറിഞ്ഞൂടല്ലേടി? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. അയ്യോ മുതലാളി. പൊട്ടിത്തെറിച്ച് കൈ ഒടിഞ്ഞുന്നോ? ആശുപത്രിയിൽ ആരുണ്ട് ഒരു സഹായത്തിന്? എന്റെ പൊന്നു മേസ്ത്രി, ഇപ്പോൾ ഞാൻ എന്തേ ചെയ്യും? ഇവിടെ കിടന്ന് കരയാതെ ആശുപത്രി വരെ ഒന്ന് ചെല്ലും.
എവിടെ ഓടുന്നു? അയ്യോ, ഞാൻ സത്യം പറയണം, അവനോട് വരാറുണ്ടാ? ഇല്ല മുതലാളി, സത്യമായിട്ടും വന്നില്ല. നീ എവിടെ പോണു? വൈദ്യശാലയിൽ വള്ളിയേക്കന് ഇത്തിരി മരുന്ന് വാങ്ങിക്കാൻ. ആ പോയിക്കോ. ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ട്, കാണുമ്പോ പറഞ്ഞേരെ. എന്റെ വെള്ളാരി ഭഗവതി, ഈ കിടപ്പ് കണ്ടോ? അയ്യോ, ഇത് ഞാനാണ്. ചെല്ലമ്മ, എന്നെ കണ്ണു തുറന്ന് ഒന്ന് നോക്കണം. എന്നെ അറിയില്ലേ? അയ്യോ, ആളെ തിരിച്ചറിയാൻ ഒക്കുന്നില്ലല്ലോ. ഈ മനുഷ്യന്റെ ഭാര്യയാണോ? ഏതായാലും അങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ പോന്നു അമ്മേ, ഞാൻ പോന്നു. അവളും പോയാ എന്നാരോ പറയണ കേട്ടു. പറയണ കേട്ടു. നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലേ അവളവിടെ പോയെന്ന്? അറിയാമായിരിക്കും മുതലാളി, ഇവരൊക്കെ ഒരു കെട്ടാണ്. നീ ദോഷം കിട്ടുന്ന വാക്ക് പറയാതമ്മു. എന്റെ കണ്ണു ദൃഷ്ടിയാണ്. ഈ ഇരിക്കണ തറവാടിനാണ് എനിക്ക് അറിഞ്ഞുകൂടെ. ഈ വായിക്കൊരു സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടെ മുതലാളി? ആരും അറിയണ്ട.